ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ നമ്മൾ എൻട്രൻസ് എക്സാം കോമൺ എല്ലാ എൻട്രൻസ് എക്സാം എസ്പെഷ്യലി നീറ്റ്, കീം, കുസാറ്റ്, CUET പോലെയുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിഡിലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഫ്രം LC ഓസിലേഷൻ എന്ന് പറയുന്ന കുറേ കുട്ടികൾ അത് ഒഴിവാക്കി പഠിക്കുന്ന ടോപ്പിക്കാണ്. ഒരു ഡിലീറ്റ് അല്ലേ, ബട്ട് നിങ്ങൾ എൻട്രൻസിന് ഒഴിവാക്കരുത് മക്കളെ. അതുകൊണ്ടാണ് റയർ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങളത് ആക്കി തരാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആൻ LC സർക്യൂട്ട് കണ്ടെയ്ൻസ് എ 40 മില്ലി ഹെൻറി ഇൻഡക്ടർ ആൻഡ് എ 25 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് നെഗ്ലിജിബിൾ ആണ്. ദ ടൈം ഈസ് മെഷർഡ് ഫ്രം ദ ഇൻസ്റ്റന്റ് the circuit is closed. The energy stored in the circuit is completely magnetic at times in milliseconds ആണ് പറഞ്ഞു വരുന്നത്. മനസ്സിലാക്കുക, ഒരു LC സർക്യൂട്ട് ആണ്. അവിടെ ഇൻഡക്ടറും ഉണ്ട്, കപ്പാസിറ്ററും ഉണ്ട്. റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, ആ സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ടൈം മെഷർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ LC ഓസിലേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അറിയാം. ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ മാഗ്നറ്റിക് ഇലക്ട്രിക്കൽ എനർജി മാക്സിമം ആകും. ആ സമയത്ത് കപ്പാസിറ്റർ എനർജി ഉണ്ടാവില്ല. തിരിച്ചു വരുന്ന സമയത്ത് കപ്പാസിറ്റർ മാക്സിമം ആവുന്ന സമയത്ത് ഇൻഡക്ടർ എനർജി ഉണ്ടാവില്ല. അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി മാക്സിമം ആകുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് മാഗ്നറ്റിക് എനർജി കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് എനർജി ആകുന്ന സമയങ്ങൾ താഴെ തന്ന ഓപ്ഷനിൽ 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ്? അപ്പോൾ ചോദിക്കുമ്പോൾ ഇത് ഭയങ്കര ടഫാണല്ലോ. ടഫ് തന്നെയാണ്, ബട്ട് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യേണ്ട. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലെങ്ത് കൂടുന്നത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് താറോവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? ഇത് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആണ്. ഞാനതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഇലക്ട്രിക് കൂടി പറയും മക്കളെ. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻ ഫ്രീ ആകുമ്പോൾ ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കണ്ട് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കണടാ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ഈ ഒരു ഫോർമാറ്റ് ക്വസ്റ്റ്യൻ നോർമൽ ഒരു ബോർഡ് എക്സാമിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടിയാണെങ്കിലും ഈ ഒരു സെഷൻ 100% കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മക്കളെ നമ്മൾ സീരീസിലെ നീറ്റ്, കീം, JEE, കുസാറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിന് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഫോർമാറ്റ്. ഏതാണ് മക്കളെ ചാപ്റ്റർ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. AC ആണല്ലേ. ACയിൽ നമ്മൾ ഏതാ ടോപ്പിക് അങ്ങനെ മനസ്സിലാക്കണം. AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏത് ടോപ്പിക്കടാ? LC ഓസിലേഷൻ്റെ ആ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ നോർമലൊക്കെ NC ഓസിലേഷൻ ആ ഒരു ഡിലീറ്റ് സെഷനിലൊക്കെ പോകുന്നുണ്ട്. ബട്ട് നിങ്ങളത് ഒഴിവാക്കല മക്കളെ. ബുദ്ധിമുട്ട് അത് പഠിക്കാൻ പറ്റുന്നൊരു കുട്ടിയാണെങ്കിൽ ഷുവറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഭാഗം നോക്കുക. കാരണം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ചെറിയ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യേണ്ട കേസ് നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക മക്കളെ. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് മക്കളെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക? ക്വസ്റ്റ്യൻ പറയുന്നത് LC സർക്യൂട്ടിൽ 40 മില്ലി ഹെൻറി ഇൻഡക്ടർ ഉണ്ട് എന്നും 25 മൈക്രോഫാരഡ്. അപ്പോൾ ഇൻഡക്ടർ ഉണ്ട്. L is equal to എത്രയാണോ? L is equal to 40 മില്ലി ഹെൻറി ആണ്. ഓക്കെ ആണല്ലോ. ദെൻ കപ്പാസിറ്റൻസ്, കാരണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. 25 മൈക്രോഫാരഡ് ആണ്. ആയിക്കോട്ടെ. ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദ ടൈം ഈസ് മെഷർഡ് ഫ്രം ദ ഇൻസ്റ്റന്റ് ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. സർക്യൂട്ട് ക്ലോസ്ഡ് ആയ സമയത്താണ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ദ എനർജി സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് അറ്റ് ടൈംസ് എന്നല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ട് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക്. അപ്പോൾ ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ് ഏതാണ്? നമ്മൾ അങ്ങനെയല്ലേ പോകുന്നത്. നമ്മൾ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കോൺസെപ്റ്റും ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന പരിപാടി. ഈ ഒരു മെത്തേഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ചെറിയൊരു 5 മിനിറ്റ് 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് നൈസായിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് കണ്ടാലും ഒരു ബുദ്ധിമുട്ടില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു കോൺസെപ്റ്റ് കിട്ടാനാണ് പോകുന്ന മക്കളെ. അപ്പോൾ കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് എന്നാണ് പറയുന്നത്. എനർജി സ്റ്റോർഡ് എന്തായിട്ട് മാറണം? കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ഉണ്ട്, കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. ഏതൊക്കെ സമയത്താണ് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആവുമെന്ന് ചോദിച്ചാൽ എന്താ അറിയോ? അറ്റ് T is equal to ഇതൊന്നും നിങ്ങൾ എനിക്ക് കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെ സമയത്ത്? കാരണം LC ഓസിലേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ എനർജി സ്റ്റോർഡ് ഇൻഡക്ടർ മാഗ്നറ്റിക് എനർജി ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും മക്കളെ? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് എന്ന് പറയുന്നത് ആ സമയത്ത് ഇലക്ട്രിക് എനർജി ഇല്ല. കംപ്ലീറ്റ്ലി ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്നറ്റിക് എനർജി ഇല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആവുന്ന ടൈമുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആവുക T/4 എന്ന് പറയുന്ന ടൈം, പിന്നെയോ 3T/4 എന്ന് പറയുന്ന ടൈം, പിന്നെ അങ്ങനെ പോയിക്കോളുക 5T/4 എന്ന് പറയുന്ന ടൈം, പിന്നെ 7T/4 എന്ന് പറയുന്ന ടൈം. ഈ ടൈമുകളിലൊക്കെയാണ് എന്താവുക? എനർജി കംപ്ലീറ്റ്ലി ആരാകുന്നത്? മാഗ്നറ്റിക് ആകുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആകുന്ന ടൈം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു മക്കളെ. ഒന്നുമില്ല, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. നോട്ട് ചെയ്ത് നോക്കണം മക്കളെ. അങ്ങനെയാണെങ്കിൽ അതേസമയം
ചോദിച്ചിട്ടില്ല. നമുക്ക് ഇതേ സമയം ഒരു ക്വസ്റ്റ്യൻ കൂടി ഒരു ടോപ്പിക് കൂടി ആഡ് ചെയ്താലോ. കംപ്ലീറ്റ് ഇലക്ട്രിക് ആണെങ്കിലോ, കംപ്ലീറ്റ് ഇലക്ട്രിക് ആകുന്ന സമയത, അതായത് കംപ്ലീറ്റ് ഇലക്ട്രിക് മീൻസ് എന്താ, മാഗ്നറ്റിക് എനർജി ഇല്ല, ഇലക്ട്രിക് എനർജി മാത്രമാണ് എൽ സി ഓസിലേഷൻ ഉള്ളത്. അത് ഏതൊക്കെ ടൈം 0 ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഓക്കെ. കംപ്ലീറ്റ്ലി റൈസ് ചെയ്യാം. കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആണ്, തൊട്ടുമ്പോൾ കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആണ് പറഞ്ഞത്. കംപ്ലീറ്റ് ഇലക്ട്രിക് ആണെന്നത് 0, അതുപോലെ തന്നെ T/2, അതുപോലെ തന്നെ ടി, പിന്നെയാണെങ്കിലോ അത് T/2, 2T/2, 3T/2 അങ്ങനെ പോകും കേട്ടോ. ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ഇലക്ട്രിക്. ഈ ക്വസ്റ്റ്യൻ അതല്ല എങ്കിലും മക്കളെ നിങ്ങൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആകുന്ന സമയം T=0, T/2. ക്യാപിറ്റൽ ടി എന്താണ്, ടൈം പീരീഡ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ടി ടി ടൈം പീരീഡ് ആണ്. ഈ ടി ഒക്കെ ടൈം പീരീഡ് ആണ്. 3T/2 അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആയിട്ടുള്ള ജനറൽ വാല്യൂ ആണ് നിങ്ങൾ കണ്ടത്. നമുക്ക് ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം, ഈ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷനിലൂടെ നമുക്ക് നൈസായിട്ട് നമ്മൾ അത് ഓർമ്മയുണ്ടോ, ഓപ്ഷൻസിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ടൈം കളയാതെ, ടൈം അധികം കൺസ്യൂം ചെയ്യാതെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യാം, അപ്പോൾ ടി കണ്ടുപിടിക്കണം. അപ്പോൾ ടി കണ്ടുപിടിച്ച് T/4 ചെയ്താൽ, പിന്നെ T/4 ചെയ്താൽ ഒന്നാമത്തെ ടൈം, പിന്നെ 3T/4, 5T/4 അങ്ങനെ പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ടി കണ്ടുപിടിക്കുന്ന പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോർമലി ടീൻ്റെ ഇക്വേഷൻ എന്താണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ടി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ടീൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ, T= നമ്മൾ ഏത് കേസിൽ, എൽ സി ഓസിലേഷൻ്റെ കേസിൽ ടീൻ്റെ ഇക്വേഷൻ എന്താണ്, 2π√LC ആണ് കേട്ടോ. നമ്മൾ ഫ്രീക്വൻസി പറയുമ്പോൾ അല്ലടാ, നമ്മളിപ്പോൾ LCRൻ്റെ കേസിൽ റെസൊണൻസ് ഒക്കെ പറയുമ്പോൾ 1/2π√LC പറയുന്നില്ലേ, അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ 2π√LC നമുക്ക് ടൈം പീരീഡാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത് കാണാതെ, ഇത് കണ്ടുപിടിക്കാതെ തന്നെ നമ്മൾക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നുള്ള, നമുക്ക് 2π√LC, L ഉണ്ട്, C ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ടി കണ്ടുപിടിച്ച് T/4 അങ്ങനെ പോവാം. മക്കൾ ആദ്യത്തെ 2 ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ അതുപോലെ തന്നെ ഓപ്ഷൻ ബി സ്റ്റാർട്ടിങ് വിത്ത് 0 വെച്ചിട്ടല്ലേ. ഇതായിരിക്കില്ല എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? കാരണം ഞാൻ പറഞ്ഞത് ഓപ്ഷനിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറേ ഓപ്ഷൻസ് ഒഴിവാക്കി പോകാം. കാരണം എന്തുകൊണ്ടാണ്, 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഷുവർലി അതായിരിക്കണം അല്ലടാ. 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതാരായിരിക്കണം, കംപ്ലീറ്റ്ലി ഇലക്ട്രിക് വരുന്ന കേസല്ലേ. കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് അല്ലടാ ചോദിച്ചേ. കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ചോദിക്കുമ്പോൾ ഇത് പറ്റുമോ, 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമോ, ഇല്ലല്ലോ. നോൺ സീറോ വാല്യൂ അല്ലേ, മനസ്സിലായോ? കാരണം എന്തുകൊണ്ടാണ് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അല്ല എന്ന് ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം, ഒരിക്കലും നിങ്ങൾ തെറ്റരുത്, എയും ബിയും ഒരിക്കലും കിട്ടരുത്. കാരണം അത് 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 വെച്ചിട്ട് ടൈം വരുന്നത് ആരാണ്, അത് ഇലക്ട്രിക് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഓപ്ഷൻ സി അല്ലെങ്കിൽ ആരാണ് ആൻസർ വരിക, ഓപ്ഷൻ സി ഓർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് നോക്കണം, നമുക്കറിയാം ഓർഡർ എങ്ങനെയാണ്. ഒന്നുകൂടി ആ ടൈം എഴുതുകയാണ്. എങ്ങനെയാണ് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആവുന്ന ടൈം ഇടാം, T=T/4, പിന്നെയാണെങ്കിലോ 3T/4, 5T/4. ഇതല്ലേ കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് എനർജി ആവുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറഞ്ഞൊരു ഓപ്ഷൻ സിയിൽ നിന്നും ഓപ്ഷൻ ഡിയിൽ നിന്നും നമുക്ക് ഒരു കാര്യം ചെയ്താലോ. നമുക്ക് തന്ന 3 വാല്യൂസാണ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വാല്യൂ T/4 അല്ലേ. നിങ്ങൾ നോക്കിക്കാൻ മനസ്സിലാവും 2 ഓപ്ഷനിലും 1.57 ആണ്. അപ്പോൾ നമുക്ക് ടീനാ പറഞ്ഞത് ടി നമുക്ക് ഓൾറെഡി നമുക്ക് ആ ടി ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കുന്നതിനപ്പുറം നമുക്ക് ഇങ്ങനെ ഒന്ന് തിങ്ക് ചെയ്താൽ എന്താ പ്രശ്നം, T/4 അല്ലടാ 1.57, T/4 അല്ലടാ 1.57. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ ഈ T/4 അല്ലടാ 1.57. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കിട്ടണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ T/4 നമ്മൾ ഇതിനെ ടി കണ്ട് നമ്മൾ ഓപ്ഷൻ സുഖമായിട്ട് അല്ലാണ്ട് 2π√LC ഒന്ന് കാണാൻ പോവല്ല. അതിനാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, ഫോക്കസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൾ 1.57, അത് ജനറലി നോക്കുമ്പോൾ T/4. അപ്പോൾ രണ്ടാമത്തെ ആളായിരിക്കണം 3 ടൈംസ് 1.57 ആയിരിക്കണ്ടേ. 3 ടൈംസ് 1.57 എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് 3.14 അല്ല, അതായത് ഓപ്ഷൻ ഡി അല്ല. ഷുവർലി 3 × 1.57 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 1.7 ആ. അപ്പോൾ ഷുവർലി 1 വെച്ച് അവസാനിപ്പിക്കുന്ന ആൾ അത് എത്രയാണ്, 4.71 അല്ലേ. 4.71 അപ്പോൾ എങ്ങനെയാണ് വരിക 1.57, 4.71. അടുത്ത് എന്താണ് T/4. നമ്മൾ ഈ T 1.57 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 7.85. നെക്സ്റ്റ് 9T/4 അങ്ങനെ പോകും. ക്ലിയർ ആണോ? അല്ലാതെ നമുക്കൊരു ടി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓപ്ഷൻ എയും ഓപ്ഷൻ ബി നോക്കിയപ്പോൾ മനസ്സിലായി അത് 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആവും. പിന്നെ ഇലക്ട്രിക് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, ബാക്കി നോക്കിയിട്ടതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എയും ബിയും എല്ലാം നമുക്ക് ഉറപ്പായി. പിന്നെ നോൺ സീറോ വരുന്നതാണ് സിയും ഡിയും. അങ്ങനെയാണ് രണ്ടും സ്റ്റാർട്ടിങ് കണ്ടുപോവാ. T/4 നന്നായി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെനക്കെടേണ്ടി വരുമായിരുന്നു, 2π√LC ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയിലും T/4 ഫസ്റ്റ് 1 സെയിം ആ തന്നെ, 1.57 തന്നെ. നമുക്ക് ജനറൽ വിളിക്കാം, അതാരാണ് T/4. അപ്പോൾ അത് T/4
4 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ ആരായേ പറ്റുള്ളൂ 3t/4. അപ്പോൾ t/4 1.57 ആണെങ്കിൽ അടുത്ത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 1.57 4.71. അപ്പോൾ ഷുവർലി അത് ഓപ്ഷൻ ഡി അല്ല എന്നും ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്നും അവിടെ നമുക്ക് മനസ്സിലാവുന്നു. ക്ലിയർ ആണോ? ഇതാണ് ആ ഒരു മോഡൽ LC ഓസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഫ്രം AC എന്ന് പറയുന്ന ചാപ്റ്റർ +2 ഫിസിക്സിൽ നിന്നാണ് മക്കളെ. നമ്മൾ രണ്ടാമത്തെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പുതിയൊരു നോളജിനെ നിങ്ങളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഒന്ന് ഫോളോ ചെയ്തേക്ക്. നെക്സ്റ്റ് സെഷൻ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.